നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഷാൾ ചക്രത്തിൽ കുരുങ്ങി റോഡിലേക്ക് വീണ് അങ്കണവാടി ടീച്ചർ മരിച്ചു. പുതുരുത്തി സ്വദേശി ആലപ്പാടൻ വീട്ടിൽ മിനി വർഗീസാണ് മരിച്ചത്. 58 വയസ്സാണ്. ഇന്ന് രാവിലെ 9:45 അങ്കണവാടിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അയൽവാസിയായ യുവാവിനോടൊപ്പം സ്കൂട്ടറിൽ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പുതുരുത്തി സ്കൂളിന് സമീപം വെച്ച് ഷാൾ സ്കൂട്ടറിന്റെ പിൻചക്രത്തിൽ കുരുങ്ങുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ മിനി വർഗീസിന്റെ തല റോഡിലിടിക്കുകയായിരുന്നു. എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുന്നംകുളത്ത് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസിന്റെ വൻ ശേഖരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പാറേമ്പാടം സ്വദേശിയായ 46 വയസ്സുള്ള ജോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജോബിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 500-ലധികം ഹാൻസ് പാക്കറ്റുകൾ കണ്ടെടുത്തു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കുന്നംകുളത്തെ വിവിധയിടങ്ങളിൽ വൻ തുക ഈടാക്കി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ രീതിയെന്ന് പോലീസ് വ്യക്തമാക്കി. ഓരോ പാക്കറ്റും ചെറിയ പേപ്പറുകളിൽ പൊതിഞ്ഞ നിലയിലാണ് സൂക്ഷിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് പ്രതിയെ നിരീക്ഷണത്തിലാക്കിയിരുന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, സുബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഷിജിൻ പോൾ, ബിജു, മനീഷ്, ജിൻസി എന്നീ പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് ഭണ്ഡാരവരവ്. കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരവരവായി 8.5 കോടി രൂപ ലഭിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിലെ 7.5 കോടിയായിരുന്നു മുൻ റെക്കോർഡ്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഭണ്ഡാരമെണ്ണൽ പൂർത്തിയായത്. 1 കിലോ 843 ഗ്രാം 600 മില്ലിഗ്രാം സ്വർണവും 9 കിലോഗ്രാം 800 ഗ്രാം വെള്ളിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2000 രൂപയുടെ 15 കറൻസിയും 1000 രൂപയുടെ 14 കറൻസിയും 500-ന്റെ 60 കറൻസിയും ലഭിച്ചു. കാനറ ബാങ്കിന്റെ ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു ഭണ്ഡാരം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ചുമതല. സ്ഥിരം ഭണ്ഡാരത്തിൽ നിന്നുള്ള വരവിന് പുറമെ 8,86,937 രൂപ ഈ ഭണ്ഡാരത്തിൽ നിന്നുള്ള വരവായി ലഭിച്ചിട്ടുണ്ട്. ചൊവ്വന്നൂർ തേവർമഠം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 12ാം വാർഡ് കൗൺസിലർ VP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി ബാബുട്ടൻ, പൊതുപ്രവർത്തക മറിയാമ്മ ടീച്ചർ, പ്രമോദ് K ചെറിയാൻ, ജയദാസൻ KV വിജയൻ, പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി TP വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് തുടക്കമായി. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെയും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് തുടക്കമായത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CK സുധീബ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VK ദാസൻ, VV തിലകൻ, നിവ്യ റെനീഷ്, ജനപ്രതിനിധികളായ സിമി സ്റ്റെൽസൺ, ഗംഗാധരൻ മാസ്റ്റർ, KT മനോജ്, വെറ്റിനറി സർജൻ ഡോക്ടർ അപർണ, മൃഗാശുപത്രിയിലെ മറ്റു ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കന്നുകാലികളെ ബാധിക്കുന്ന മാരകമായ കുളമ്പു രോഗത്തിൽ നിന്നും അവയ്ക്ക് പൂർണ്ണ സംരക്ഷണം നൽകാനും ക്ഷീരകർഷകരുടെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനുമായാണ് സൗജന്യ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നത്. വാർഡ് അടിസ്ഥാനത്തിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും അറ്റൻഡറും അടങ്ങുന്ന സ്ക്വാഡുകൾ നേരിട്ട് വീടുകളിലെത്തി പൂർണ്ണമായും സൗജന്യമായി പശു, പോത്ത്, എരുമ എന്നിവയ്ക്കാണ് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പെരുമ്പിലാവ് കുന്നംകുളം അഗ്നിരക്ഷാ നിലയത്തിന് കീഴിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ചേർന്ന് ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പെരുമ്പിലാവ് ഗ്രാസ് റൂട്ട് ഫുട്ബോൾ ടർഫ് കോർട്ടിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടത്തി. കുന്നംകുളം ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ദിലീപ് PB, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ സിന്ധു ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞാണ് സ്ത്രീകളടക്കമുള്ള 20ഓളം സിവിൽ ഡിഫൻസ് അംഗങ്ങൾ കളത്തിൽ ഇറങ്ങിയത്.
ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ 1 മില്യൺ തൂഫാൻ ഗോളുകൾ അറ്റ് വേൾഡ് കപ്പ് 2026 സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി എക്സൈസുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിവിൽ എക്സൈസ് ഓഫീസർ PA അഫ്സൽ ഗോളടിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ HM PK റംല ബീവി, PTA പ്രസിഡന്റ് സുഹാസ് ഷംസുദ്ദീൻ, SMC ചെയർമാൻ ഹാഷിം, മദർ PTA പ്രസിഡന്റ് CA സാബിറ, PTA വൈസ് പ്രസിഡന്റ് CA അബീന, MK സലിം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലോകകപ്പിന്റെ ആവേശമുയരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ ആവേശപൂർവ്വം പ്രവചന മത്സരവും സംഘടിപ്പിക്കും. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിലെ ഹയാത്ത് റിജൻസിയിൽ സംഘടിപ്പിച്ച പ്ലൂറോകോൺ തുടർ മെഡിക്കൽ വിദ്യാഭ്യാസ പരിപാടി ശ്രദ്ധേയമായി. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി പേറ്റന്റ് നേടിയ ഡോക്ടർ അഖിൽ പോൾ രൂപകൽപ്പന ചെയ്ത IPC സെറ്റ് അവതരിപ്പിച്ചു. പ്ലൂറൽ രോഗങ്ങളുടെ ചികിത്സാ രംഗത്ത് ഒരു സുപ്രധാന നേട്ടമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 50ഓളം ഫാക്കൽറ്റി അംഗങ്ങളും 120 പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം 25 പേർ പങ്കെടുത്ത പോസ്റ്റർ മത്സരവും സംഘടിപ്പിച്ചു. ശ്വാസകോശ രോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളും നൂതന ആശയങ്ങളും മത്സരത്തിൽ അവതരിപ്പിച്ചു. ഡോക്ടർ അഖിൽ പോൾ, മോൻസി, ഡോക്ടർ ബോധി സണ്ണി, ഡോക്ടർ ഡെന്നിസ് പോൾ, ഡോക്ടർ തോമസ് കുര്യൻ, ഡോക്ടർ ജിബിൻ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. തപസ്യ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ തപസ്യയുടെ ഔദ്യോഗിക ജേഴ്സി ലോഗിനും അന്താരാഷ്ട്ര യോഗാ ദിനവും ആചരിച്ചു. എടക്കര സിംഗപ്പൂർ കാസിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് രാജീവ് താമരശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രജീഷ് എടക്കാട്ട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് CS സുജീഷ് നന്ദിയും പറഞ്ഞു. ജനറൽ സെക്രട്ടറി സുബീഷ് തയ്യിൽ, ട്രഷറർ പ്രവീൺ എടക്കാട്ട്, കോർഡിനേറ്റർ നിമേഷ് എടക്കേട്ട് എന്നിവർ നേതൃത്വം നൽകി. യോഗ മാസ്റ്റർ CS രാജീവ് യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് മീറ്റ് 2026 സംഘടിപ്പിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ സെക്രട്ടറി KP സാക്സന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ആശുപത്രിയിലെ ഡോക്ടർമാരും കുടുംബാംഗങ്ങളും ആശുപത്രി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ആശുപത്രി മുൻ സെക്രട്ടറിമാരായ പ്രൊഫസർ CC യുട്ടു, ജിന്നി കുരുവിള, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മോഹൻ തോമസ്, ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ സാറ തോമസ്, പൾമനോളജി വിഭാഗം മേധാവി ഡോക്ടർ അഖിൽ പോൾ, ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ സാബു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർമാരെ ആദരിച്ചു. ഡോക്ടർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.